തീരുമാനം ഏകപക്ഷീയമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു ചർച്ച നടന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ പറയുന്നു. അത് മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിക്കും സർക്കാരിനും പറയാനുള്ള കാര്യം പറയാനായി ദേവസ്വം മന്ത്രി VN വാസവൻ അദ്ദേഹവുമായി സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി അദ്ദേഹം മാത്രമായി എടുത്ത ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് വന്ന വെളിപാടാണ് എന്ന് നമുക്ക് കരുതുക വയ്യല്ലോ. ഇക്കാര്യത്തിൽ സംഘടനയ്ക്കുള്ളിൽ NSSനുള്ളിൽ ചർച്ചകൾ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡ് ചേരുകയോ അല്ലെങ്കിൽ പ്രതിനിധി സഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടത് ജി സുകുമാരൻ നായരാണ്. അദ്ദേഹം ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ NSSനുള്ളിൽ അദ്ദേഹവുമായി ക്ലോസായി നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗുണമുണ്ടാകുന്ന കാര്യമാണ് എന്ന ഒരു സന്ദേശം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലോസ് എയ്ഡ്സിന്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മറ്റു ചില കാര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ പലതും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചകളുടെ ഒരു തുടർച്ചയായി ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താൻ നിർബന്ധിതനായതുമാകാം. പലതരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീരുമാനം ഒറ്റയ്ക്കെടുത്തതാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം ഈ തീരുമാനത്തിലേക്ക് ഒന്നുകിൽ എത്തിപ്പെട്ടതാകാം, നിർബന്ധിതനായതാകാം, മറ്റു വഴികളില്ലാത്ത ഘട്ടത്തിലെത്തിയതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം മറ്റു പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഊഹാപോഹങ്ങളൊന്നും എന്തായാലും ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ജി സുകുമാരൻ നായർ എടുത്ത തീരുമാനത്തിലേക്ക് തന്നെ വരാം. നമുക്കറിയാമല്ലോ, NSS എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയാണ്, നായർ സർവീസ് സൊസൈറ്റി. അപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ കരയോഗങ്ങളിലായിട്ടുള്ള നിരവധിയായ ആളുകൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വർഷങ്ങളായി മന്നത്ത് പത്മനാഭൻ തുടങ്ങി ഇങ്ങോട്ട് ഒരു ആചാര്യൻ പറഞ്ഞു വെച്ച ചിട്ടവട്ടങ്ങൾ വെച്ച് അങ്ങനെ പോകുന്ന സംഘടന. അതിന് കുട്ടികളുടെ യൂണിറ്റുണ്ട്, ബാലസമാജമുണ്ട്, മഹിളാ സമാജമുണ്ട്, അതുപോലെ തന്നെ കരയോഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും യോഗങ്ങൾ കൃത്യമായി ആഴ്ചയ്ക്ക് നടക്കുകയും അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓണാഘോഷമടക്കം ഈ രീതിയിൽ കരയോഗം തലത്തിൽ, അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ തലത്തിൽ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വരുന്ന ഒരു ചിട്ടവട്ടങ്ങളുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ ഫാബ്രിക്കിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഫാബ്രിക്, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഫാബ്രിക് വളരെ സങ്കീർണമാണ് NSSൻ്റേത്. അതായത് കൃത്യമായി ഇപ്പോൾ BDJs എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായി SNDPയെ സംബന്ധിച്ചിടത്തോളം, SNDPയുടേതല്ല എന്നവർ പറയുമ്പോഴും SNDP യൂണിയനിൽ അംഗങ്ങളായ ആളുകൾ തന്നെയാണല്ലോ BDJs ഉള്ളത്. പ്രത്യേകിച്ചും തുഷാർ വെള്ളാപ്പള്ളി നയിക്കുമ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ BDJsൻ്റെ നേതാവ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രീതി നടേശൻ ഈ NDAയുടെ പ്രചാരണ പരിപാടികൾക്കെല്ലാം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ രണ്ട് സംഘടനയിലും BDJs എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലും SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയിലും പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് എന്ന് പറയുന്നത്. അതേസമയം NDP ഡിസോൾവ് ആയതിനു ശേഷം NSSന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആം ഇല്ല. ഒരു സമുദായ സംഘടന മാത്രമായി നിൽക്കുന്നു. എന്നാൽ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ ആ സമുദായ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നു. അതാണ് കറന്റ്ലി NSSന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് UDFന് ഇത്രയ്ക്ക് ആശങ്കയുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോട്ട് കിട്ടിവരുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനാണ് കുറേ കാലമായി. അത് ഈ സമദൂരം പറയുമ്പോഴും ഇവിടെ മന്നത്ത് പത്മനാഭൻ ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് തുടക്കം ഇടുന്നത് മൂലം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡാണ് ആദ്യം മുതൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഡയറക്ടർ ബോർഡിൽ വരെ അതായത് ഇടത് പക്ഷത്തിനോട് അനുകൂല നിലപാടെടുത്തിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം അതിന് കിടപ്പുണ്ട്. ഇവിടെ നോക്കൂ, സമദൂരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത്, സമദൂരമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ പിന്തുണച്ചത് ആരെയാണ്? ഇടതുപക്ഷത്തെയാണോ? BJPയെയാണോ? അല്ല, UDFനെയാണ്. UDFനാണ് ആ വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. നേരത്തെയുള്ള വോട്ട് കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ NDP രൂപീകരിക്കുമ്പോഴായാലും അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന രീതിയിലാണ്. പക്ഷേ അന്ന് അവിടെ ഡയറക്ടർ ബോർഡിൽ ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നേരിടുന്നത് പോലെ ജി സുകുമാരൻ നായർ പിണറായി വിജയനെ അല്ലെങ്കിൽ LDF സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ എന്തിന് പിണറായി സർക്കാരിനെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു, നമ്മളോട് ചെയ്ത ദ്രോഹം എന്തിന് മറക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത് പോലെ അന്ന് ഉയർന്ന ചോദ്യം കരുണാകരനെതിരെയാണ്. കരുണാകരനെതിരെ ശക്തമായ വികാരം അന്ന് ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന് പ്രോ ആയി നിൽക്കുന്ന കുറേ നായന്മാരായ വോട്ടർമാരുള്ള NSS എന്ന് പറയുന്ന ആ ഒരു സമുദായ സംഘടനയ്ക്കകത്ത് തന്നെ കരുണാകരനോട് വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗം അത് നമ്മൾ കണ്ടതാണ്. അന്ന് ഡയറക്ടർ ബോർഡ് അംഗമാണല്ലോ ബാലകൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹത്തിന്റെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്? അപ്പോൾ UDFന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാളത്തെ വിശദീകരണ യോഗമടക്കം സംഘടിപ്പിക്കുന്ന ഒരു പാനിക് സിറ്റുവേഷനിലേക്ക്, ഞാനതിനെ ഒരു പാനിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ആശങ്ക എന്നുള്ളതല്ല, അതിനപ്പുറം കയ്യിലുള്ളത് പോകുന്നു, ചോർന്നു പോകുന്നു, ഉള്ളം കയ്യിലൂടെ ചോർന്നു പോകുന്നു എന്ന ഒരു ആശങ്ക നല്ല രീതിയിൽ പിടിമുറുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ സമദൂരം എടുക്കുമ്പോഴും കിട്ടിവന്ന ഗുണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ രീതിയിൽ ഫലം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മറ്റു പല സമവാക്യങ്ങളിലൂടെയാണ് UDFന് ആ വോട്ടുകൾ കിട്ടിയത്. പൂർണ്ണമായും NSS വോട്ടുകൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2021
2019-ലായാലും 2024-ലായാലും UDF-ന് ഗുണം ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. BJP-ക്ക് കിട്ടിയിട്ടുണ്ട്. BJP ആശങ്കയില്ലാതിരിക്കുന്നത് BJP-ക്ക് NSS-ൽ നിന്ന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടുന്നുണ്ട്. അത് ഇനിയും കിട്ടും. അത് കിട്ടുന്നത് ഇനി കൂടുകയും ചെയ്യും. അത് അവർക്കറിയാം. നമുക്ക് പരീക്ഷയ്ക്കെല്ലാം പഠിച്ചിരിക്കുന്നവർക്ക് തലേദിവസം ടെൻഷൻ ഉണ്ടാവില്ല. പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതിയാൽ മതി. എന്നാൽ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരൻ പറ്റിച്ചാലോ എന്ന ആശങ്ക ഉണ്ടാകുമ്പോഴേക്കും ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ആശങ്ക UDF-നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP നന്നായി പഠിച്ച് പാസ്സായിരിക്കുകയാണ്. മുൻ പരീക്ഷകളിലൊന്നും കൂട്ടുകാരന്റെ സഹായം കിട്ടാത്ത LDF-നാണെങ്കിൽ ഇത്തവണ കൂട്ടുകാരൻ സഹായിക്കാമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കോൺഫിഡൻസ് ഉണ്ട്. വിമർശനത്തിൽ കോൺഗ്രസിനെതിരെയും ഉണ്ട്, BJP-ക്കെതിരെയും. അതെ, പക്ഷേ BJP-ക്കെതിരായ വിമർശനത്തിൽ അവരതിന് തിരിച്ച് പ്രതികരിക്കാൻ പോകുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ G. സുകുമാരൻ നായർ പറഞ്ഞ ആ ഒരു വിമർശനം കൊണ്ട് തങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നതായിട്ട് അവർ കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിനൊരു നിലപാടില്ലായ്മയുണ്ടെന്ന് പറയുമ്പോൾ അവർ പാനിക് ആവുകയും വിശദീകരണ യോഗം വിളിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വിശദീകരണ യോഗം വിളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ BJP-യിലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും NSS-മായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ആരും തന്നെ പാനിക് ആവുന്നില്ല. ഇവിടെ പാനിക് നേതാക്കളെ പെരുന്നയിലേക്ക് കയറ്റില്ല എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട് പലപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിലും BJP നേതാക്കൾ പെരുന്നയിലേക്ക് വരികയും G. സുകുമാരൻ നായരെ കാണുകയും ഒക്കെ ചെയ്യുന്നത് സമീപകാലത്തും ഒക്കെ അടക്കം നമ്മൾ കണ്ടതാണ്. ഈ NSS-ന് അല്ലെങ്കിൽ പെരുന്നയ്ക്ക് BJP-യോട് അല്ലെങ്കിൽ RSS-നോട് ഒരു ഐത്തമില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ചും എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയമാണ്. അപ്പോൾ എനിക്ക് പെരുന്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തൊട്ടുകൂടായ്മയോ ഒന്നും ഒരിക്കലും RSS-നോടോ അല്ലെങ്കിൽ BJP-യോടോ NSS-ന് ഇല്ല, പെരുന്നയ്ക്കില്ല, G. സുകുമാരൻ നായർക്കും ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു വിയോജിപ്പുണ്ട്, എനിക്ക് അവരെ രാഷ്ട്രീയ നിലപാടിൽ എപ്പോഴും BJP വിരുദ്ധമായ നിലപാടാണ് മാഡം. BJP വിരുദ്ധ നിലപാട് എന്നതിനേക്കാളും ഇവിടെ നമ്മൾ പൊളിറ്റിക്കലി നോക്കേണ്ടതാണ്. ഇവിടെ UDF വേഴ്സസ് LDF എന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ടാലി നിൽക്കുന്നത്. ആ ടാലിയിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പോകുന്നത് എവിടെയാണ്? UDF-നാണ്, കോൺഗ്രസിനാണ്. അവിടെ പാനിക് ആകുന്നതും ആയിക്കൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ഈ യോഗം നേരത്തെ ഒന്നും നിശ്ചയിച്ചിട്ടുള്ള ഒരു യോഗമേ അല്ല, വികസന സദസ്സ് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്നെങ്കിലും ആഗോള അയ്യപ്പ സംഗമം മുതൽ പിടിവിട്ട് നിൽക്കുകയാണ്. കാരണം കയ്യിലിരുന്നത് LDF കൊണ്ടുപോകാൻ പോകുന്നു. തുടർ ഭരണത്തിലേക്ക് അവർക്കൊരു ഈസി വാക്ക് ഓവർ കിട്ടാൻ പോകുന്നു. ആ ഒരു കോൺഫിഡൻസ് ഇന്ന് MV ഗോവിന്ദന്റെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ട്. NSS-ന് നിലപാട് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡ് അല്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ്. പിന്നെ BJP-ക്ക് 2021 അല്ലെങ്കിൽ അതിനു മുൻപുള്ള 2016 അല്ലെങ്കിൽ 2019 ഒരു നിലപാടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കുകളോ ഒന്നുമല്ല BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഹരിയാനയിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള സംവിധാനം കേരളത്തിലും റണ്ണിംഗ് ആണ്. അപ്പോൾ അത് വിസിബിളായി നിങ്ങൾ കാണുന്നില്ല എന്നതിന്റെ അർത്ഥം അതില്ല എന്നല്ല. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ NSS നേരിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ച വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ മേയർ ബ്രോ പുഷ്പം പോലെ ജയിച്ചു വരികയാണ് അവിടെ ചെയ്തത്. അവിടെ പരസ്യ പിന്തുണയായിരുന്നു. പരസ്യ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ടൈറ്റ് സ്ലാപ്പ് ആയിരുന്നു. ടൈറ്റ് സ്ലാപ്പ് കിട്ടിയ ഒരു എഫക്റ്റിലേക്ക് അവിടെ G. സുകുമാരൻ നായർ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. 2018 ഈ നാമജപ ഘോഷയാത്രയിലടക്കം LDF-നെതിരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. അന്ന് UDF-ഉം BJP-യും ഒക്കെ പിന്നീടാണ് വന്നതെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഒരു 2-3 വർഷം എടുത്തു നോക്കിയേ. ഓവർ ഡിപ്പെൻഡൻസ് ആരാണ് കാണിക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം ലീഗിന് മേൽ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ഇവിടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? സമസ്തയടക്കമുള്ള നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്ന കൂടുതൽ മുസ്ലിങ്ങളെ നിങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം. അതായത് അതിന്റെ ഭരണ രംഗത്തേക്കടക്കം കൂടുതൽ പേരെ കൊണ്ടുവരണം. അതായത് ഓവർ ഡിപ്പെൻഡൻസ് വരികയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ അടക്കം മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം. കാരണം നമ്മളത് മണ്ഡലങ്ങളിൽ കണ്ടതാണ്. മുസ്ലിം ലീഗ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നത്. ലീഗിന്റെ മണ്ഡലങ്ങളിൽ ലീഗ് എത്രത്തോളം അവിടെ പണിയെടുത്തു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ലീഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ സീറ്റുകൾ അവർ ഇത്തവണയും കൂടുതൽ സീറ്റിൽ മത്സരിച്ചാൽ അതിനും ജയം ഉറപ്പിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇപ്പുറത്ത് വലിയ ഫെയിലിയർ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഗ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ കോൺഗ്രസിന് അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം സർക്കാരിനെ എതിർത്താൽ മാത്രമേ വോട്ട് കിട്ടൂ എന്ന് കരുതി എടുത്ത ആ ഒരു മണ്ടൻ തീരുമാനം എന്തായാലും പാളിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് അടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലേക്കും വെൽഫെയർ പാർട്ടിയിലേക്കുമാണ്. അതുപോലെ തന്നെ ലീഗിനുള്ള ഒരു കരുത്ത് പോലും കോൺഗ്രസിനില്ല. ഇത് NSS തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇവിടെ അപ്പോൾ LDF-ന് ന്യൂനപക്ഷ പ്രീണനമാണെന്ന് പറയും. പക്ഷേ ആ ന്യൂനപക്ഷ പ്രീണനം ഏറെക്കുറെ വിട്ടമട്ടിലാണ്. അതായത് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതായത് RSS-ന്റെ കൂടി ഒരു അനുഭാവമുള്ള അല്ലെങ്കിൽ ഒരു പോഷക സംഘടന എന്ന് പറയാവുന്ന ഒരു സംഘടനയുടെ പ്രതിനിധികൾ കൊടുത്ത കത്തിലാണ് ഈ ദുർഗാഷ്ടമിക്ക് ഇപ്പോൾ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ദിവസമാക്കിയിരിക്കുകയാണ് പൊതു അവധി, ദുർഗാഷ്ടമിക്കും മഹാനവമിക്കും വിജയദശമിക്കും. അപ്പോൾ വിശ്വാസികളോട് ഞങ്ങൾക്ക് ഒരു ഐത്തവുമില്ല അല്ലെങ്കിൽ വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ആ മാറ്റമാണ് ഇവിടെ ഹിന്ദു വിശ്വാസികൾ. അപ്പോൾ അതാണ് G. സുകുമാരൻ നായരെയും ആകർഷിച്ചിരിക്കുന്നത്, NSS-നെയും ആകർഷിച്ചിരിക്കുന്നത്. ഇവിടെ VN വാസവൻ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് എത്തുന്നു. അപ്പോൾ NSS-ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അഷുറൻസ് കിട്ടിയെന്ന് G. സുകുമാരൻ നായർ പറയുമ്പോൾ പക്ഷേ VN വാസവൻ ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്ന് കരുതി കാത്തിരിക്കുന്നതാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തുടർഭരണം വന്നാൽ G. സുകുമാരൻ നായർ ഹീറോയാകും, അല്ലാത്ത പക്ഷം സീറോയുമാകും.
Meet the editors.